കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. Father, in the name of Jesus, I stand on the authority that you have given me. I stand on the anointing that you have given me. And I take authority over every sickness. We read the Bible not because we are afraid of God, because we love Him. ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ടായിരിക്കരുത് ഈ വേദപുസ്തകം വായിക്കുന്നത്, മറിച്ച് അവനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം. Hallelujah. Hallelujah. Just imagine I'm going back to Kerala. ഒന്ന് ചിന്തിച്ച് ഞാൻ കേരളത്തിലേക്ക് മടങ്ങി പോകുന്നു. And my wife is there to receive me at the airport. എയർപോർട്ടിൽ എൻ്റെ ഭാര്യ എന്നെ സ്വീകരിപ്പാൻ അവിടെ ഉണ്ട്. I say, Ani, how are you? അപ്പോൾ ഞാൻ ചൊല്ലും, അനി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. I see my wife. ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടു. After that I ask, where are my 3 children? തുടർന്ന് ഞാൻ ചോദിക്കും, എൻ്റെ 3 കുഞ്ഞുങ്ങൾ എന്തി? How are they? Are they fine? അവരെങ്ങനെയുണ്ട്? അവർ നന്നായിരിക്കുന്നോ? So my wife says, അപ്പോൾ എൻ്റെ ഭാര്യ പറയും, they are so afraid of you that this time they heard you are coming, they are under the bed shivering. നിങ്ങളെ വലിയ പേടിയാണ്, നിങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ കട്ടിലിന്റെ കീഴെ പേടിച്ച് വിറച്ചിരിക്കുക. Oh, I will be so happy. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാകും. Will I be happy? എനിക്ക് സന്തോഷം വരുമോ? Or will I be happy if I see them in the airport hugging me? അതോ അവർ എയർപോർട്ടിൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോഴാണോ എനിക്ക് സന്തോഷം വരുന്നത്? That is what God wants. അത് തന്നെയാ ദൈവത്തിന്റെ ഇഷ്ടം. But unfortunately pastors are making God so fearful, people are running under the bed and shivering. എന്നാൽ നിർഭാഗ്യവശാൽ പാസ്റ്റർമാരെല്ലാം കൂടെ ദൈവത്തെ ഭീകരനാക്കി മാറ്റി മനുഷ്യരെല്ലാം കട്ടിക്കീഴെ കയറി വിറയ്ക്കുക. God is an awesome God. ദൈവം അത്ഭുതവാനായ ദൈവമാണ്. Through Jesus Christ, അവൻ ക്രിസ്തുയേശുവിൽ He has become my loving Father. അവൻ എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവായി മാറിയിരിക്കുന്നു. Hallelujah. Hallelujah. That is why the Bible says, come boldly to the throne of God. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കൃപാസനത്തിന് മുമ്പാകെ ധൈര്യത്തോടെ വരൂ. Hallelujah. Hallelujah. If you want anything, come here. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എൻ്റെ അരികിൽ I ഓടി will വാ, give it to you. ഞാൻ നിങ്ങൾക്ക് തരാം. Hallelujah. Hallelujah. That freedom is what God wants. ആ സ്വാതന്ത്ര്യമാ ദൈവം നമുക്ക് തരുന്നത്. And that freedom comes through understanding. ഈ സ്വാതന്ത്ര്യം നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ, തിരിച്ചറിവിൽ കൂടിയാണ് ലഭിക്കുന്നത്. That is why അതുകൊണ്ടത്രേ when you look at when the word, the Holy Spirit is talking to the church, പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കുമ്പോൾ, വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ, it does not talk about faith. അത് വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്. Hallelujah. Hallelujah. Talking about understanding. അത് തിരിച്ചറിവിനെ കുറിച്ചാണ് പറയുന്നത്. 2 Peter 1:2 the Bible says, grace and peace is multiplied according to the knowledge of God and His Son Jesus Christ. 2 പത്രോസ് 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. Hallelujah. Hallelujah. All is according to the knowledge of God, what God has done. ഇതെല്ലാം ദൈവം എന്ത് ചെയ്തു എന്നുള്ള പരിജ്ഞാനത്തിലാണ് ലഭിക്കുന്നത്. Hallelujah. 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 You know, many a time lack of knowledge is what the devil takes advantage of. പലപ്പോഴും അറിവില്ലായ്മയെയാണ് പിശാച് മുതലെടുക്കുന്നത്. Hallelujah. Hallelujah. And that is why in the book of Corinthians, 2 Corinthians 2:11, Paul says that lest you be ignorant, devil will take advantage of you. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 2:11 പൗലോസ് പറയുകയാണ്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. Does not say devil will defeat you. അവിടെ സാത്താൻ നിന്നെ പരാജയപ്പെടുത്തും എന്നല്ല പറഞ്ഞത്. Does not say devil will attack you. സാത്താൻ നിന്നെ ആക്രമിക്കുമെന്നും അല്ല പറഞ്ഞത്. But the Bible says devil will take advantage of you. അവിടെ പിശാച് നിന്നെ മുതലെടുക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. Hallelujah. Can you say devil cannot attack me? പറഞ്ഞേ, പിശാചിനെ എന്നെ ആക്രമിക്കാൻ പറ്റില്ല. Hallelujah. Hallelujah. Poor guy, he does not have any weapon. അവന്റെ കയ്യിൽ ഇപ്പൊ ആയുധമൊന്നും ഇല്ലല്ലോ. He cannot do anything. അവനൊന്നും ചെയ്യാൻ കഴിയില്ല. But he can trick you. എന്നാൽ അവൻ നിങ്ങളെ കബളിപ്പിക്കാം. Because of ignorance. അറിവില്ലായ്മയെ മുതലെടുക്കും. Advantage is the word that is written in the Bible. മുതലെടുക്കുക എന്നുള്ള വാക്കാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. Example, ഉദാഹരണം, there is a bottle of water over here. ഇവിടെ ഒരു കുപ്പി വെള്ളമുണ്ട്. And Pastor Sunil has kept it for me to drink. എനിക്ക് കുടിക്കാൻ വേണ്ടി പാസ്റ്റർ സുനിൽ ഇവിടെ വെച്ചിരിക്കുക. And now I come here, ഞാനിപ്പോൾ ഇവിടെ വന്നു, thirsty. എനിക്ക് ദാഹിക്കുന്നു, I take the water. ഞാൻ ഈ കുപ്പി എടുക്കുക.
someone comes and says പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയുക, that water is 10 rupees per bottle. ഇപ്പോൾ ഒരു കുപ്പി വെള്ളത്തിന് 10 രൂപയ വില, Give me 10 and then you can take, no problem. എനിക്കൊരു 10 രൂപ തന്നേച്ചെടുത്തോ എന്ന് അദ്ദേഹം So I പറഞ്ഞു. did not know. എനിക്ക് അറിയത്തില്ലായിരുന്നു. I thought what he said is true. ഇങ്ങേര് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ വിചാരിച്ചു. I gave 10 rupees and then took the water. ഞാൻ 10 രൂപ കൊടുത്തു, ഈ വെള്ളം എടുത്തു. I am happy. എനിക്ക് സന്തോഷാ. 10 rupees I bought the bottle. ആ 10 രൂപയ്ക്ക് എനിക്ക് വെള്ളം കിട്ടിയല്ലോ. The truth is this is free. സത്യത്തിൽ ഇത് സൗജന്യമാ. Hallelujah. ഹല്ലേലൂയ. He took advantage of my ignorance. എൻ്റെ ഈ അറിവില്ലായ്മയെ ഇങ്ങേര് മുതലെടുത്തു. Hallelujah. ഹല്ലേലൂയ. That is why some people say, I fasted and prayed and I got job. അതുകൊണ്ട് ചിലർ ഇങ്ങനെ പറയും, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ജോലി കിട്ടി. I fasted and prayed and I got the gift of God. ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ ദാനങ്ങൾ എനിക്ക് കിട്ടി. Hallelujah. I want to tell you, you cannot twist the arm of God. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ കൈ പിടിച്ച് തിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. I want gift of prophecy. God, I want gift of prophecy. ദൈവമേ, എനിക്ക് ആ പ്രവചനവരം വേണം. Give me. എനിക്ക് ആ കൈ പ്രവചനവരം മര്യാദയ്ക്ക് ഇങ്ങ് തന്നെ. And God will say, it is paining. Take. ഓ, എനിക്ക് കൈവേദന എടുക്കുന്നു, നീ എടുത്തോ എന്ന് ദൈവം പറയില്ല. 40 days, അറിയാവോ, ഞാൻ 40 ദിവസം ഉപവസിച്ചത്. Spiritual gift is free. Gift is something you get free. ആത്മീയ വരങ്ങൾ അത് സൗജന്യമായി കിട്ടുന്നതാ. Hallelujah. ഹല്ലേലൂയ. You have everything inside of you. നിങ്ങളുടെ ഉള്ളിൽ എല്ലാം ഉണ്ടല്ലോ. It is an understanding that you should have. ഇതിന് വേണ്ടി നിങ്ങൾ അത് തിരിച്ചറിയുക എന്നുള്ളതാ. ഹല്ലേലൂയ. Some people, I believe I have all the gift. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ കൃപാവരങ്ങളും എൻ്റെ മേലുണ്ടെന്നാ. When it is just like a police security person. ഇതൊരു പോലീസുകാരനെ പോലെ, സെക്യൂരിറ്റി പേഴ്സന്റെ കാര്യം പറഞ്ഞ പോലെയാ. When the army is in the border, ആർമി അതിർത്തിയിൽ നിൽക്കുമ്പോൾ, he does not have a lathi, he has a gun. അവിടെ അയാളുടെ കയ്യിൽ ഒരു ലാത്തിയല്ല, ഒരു തോക്കാവുള്ളത്. And in the traffic police does not have a tank, he has a jeep. എന്നാൽ ട്രാഫിക് പോലീസുകാരന്റെ കയ്യിൽ ഒരു ടാങ്ക് അല്ല ഉള്ളത്, ഒരു ജീപ്പാ ഉള്ളത്. Hallelujah. ഹല്ലേലൂയ. पूना में पुलिस टैंकर में चलता है, जीप में चलता है. പൂനായിൽ പോലീസ് ടാങ്കിലാണോ ജീപ്പിലാണോ പോണേ? नहीं टैंक में जाएंगे. Hallelujah. ഹല്ലേലൂയ. But all the government is one. എന്നാൽ സർക്കാരെല്ലാം ഒന്ന് തന്നെ. Hallelujah. ഹല്ലേലൂയ. Same way, അതുപോലെ തന്നെ I am from the kingdom of God. ഞാൻ ദൈവരാജ്യത്തിൽ നിന്നുള്ളവൻ. Today, ഇന്ന് if God wants the gift of healing, he will use gift of healing. ദൈവത്തിന് ആ സൗഖ്യത്തിന്റെ കൃപാവരമാണ് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ അദ്ദേഹം അങ്ങനെ തന്നെ If ചെയ്യും. he wants the gift of prophecy to operate, gift of prophecy. നിങ്ങളോട് ഒരു പ്രവചനം പറയാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പ്രവചനവരം എന്നിൽ കൂടെ പ്രവർത്തിക്കും. If gift of teaching will operate. പഠിപ്പിക്കാനുള്ള ഉപദേശത്തിന്റെ വരമാണോ അതങ്ങനെ I will not say I want this gift. എനിക്ക് ഇന്ന കൃപാവരം I വേണമെന്നല്ല will പറയും. say what you want operate over here. ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. So I have no tension. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. Hallelujah. ഹല്ലേലൂയ. Some people they declare I have special gift and then tension to use that gift. ചിലരിങ്ങനെ എനിക്ക് ഇന്ന കൃപാവരം ഉണ്ടെന്ന് വിളിച്ചു പറയും, എന്നിട്ട് അതിനുവേണ്ടി വേവലാതിപ്പെടും. Hallelujah. ഹല്ലേലൂയ. We are to be as simple as possible, my dear. നമ്മൾ എത്രത്തോളം ലളിത ജീവിതം നയിക്കുക അത്രയും ചെയ്യണം. Hallelujah. ഹല്ലേലൂയ. This is not another religion. ഇത് മറ്റൊരു മതമല്ല. Hallelujah. We are purchased by the blood of Jesus and we are special for him. നാം യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും നാം അവന് പ്രത്യേകതയുള്ളവരുമാ. Unfortunately, we have made this into a big religious affair. നിർഭാഗ്യവശാൽ നാം ഇതിനെ ഒരു വലിയ മതകാര്യമായി മാറ്റിയിരിക്കുക. The truth is, when you walk, even your shadow has a miracle. സത്യമിതാ, നിങ്ങൾ നടന്നു പോകുമ്പോൾ നിന്റെ നിഴലടിക്കുമ്പോൾ പോലും അത്ഭുതം നടക്കും. Hallelujah. ഹല്ലേലൂയ. Because Jesus is inside of you. കാരണം യേശുവാ നിന്റെ ഉള്ളിലുള്ളത്. God is living inside of you. ദൈവമാ നിന്റെ ഉള്ളിൽ God വസിക്കുന്നത്. is living inside. ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. And this is not, if you believe what is written here, believe it totally. ഇതിൽ എഴുതിയിരിക്കുന്നത് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി വിശ്വസിക്കണം. I tell my church, ഞാൻ എൻ്റെ സഭയോട് പറയാറുണ്ട്, when I preach, ഞാൻ പ്രസംഗിക്കുമ്പോൾ listen, ശ്രദ്ധിക്കുക. don't consider me, oh bada apostle bola aisa hi hum sunenge. No, ഞാൻ വലിയൊരു അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന പോലെ അല്ല എന്നെ കേൾക്കേണ്ടത്. I will believe whatever he says. അദ്ദേഹം പറഞ്ഞ എല്ലാം ഞാൻ അങ്ങ് വിശ്വസിക്കും. Don't believe. അങ്ങനെ വിശ്വസിക്കരുത്. When I preach, ഞാൻ പ്രസംഗിക്കുമ്പോൾ see if it is in the word. അത് വചനത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. If it is not in the word, അങ്ങനെ വചനത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ throw it in the dustbin. അതിനെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയണം.
Because what is written here is the truth. കാരണം ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് സത്യം. Hallelujah. ഹല്ലേലൂയ. We are all powerful is what the Bible says. നാം എല്ലാവരും ശക്തന്മാരെന്ന വചനം And that is പറയുന്നു. the church. അതാണ് സഭ. Now, the word church was spoken by Jesus only one time and at a specific instance. ഒരിക്കൽ മാത്രം ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രമാണ് യേശു സഭ എന്നൊരു വാക്ക് പറഞ്ഞിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. In the word in Matthew 16 is the first time Jesus says the word church. വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ മാത്രമാണ് യേശു സഭ You എന്നൊരു should വാക്യം understand പറഞ്ഞിരിക്കുന്നത്. one thing. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. Jesus said you have to be born again. യേശു പറഞ്ഞു നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടത് ആവശ്യം. But എന്നാൽ Jesus never said what a born again person will become. ഒരു വീണ്ടും ജനിച്ച വ്യക്തി എന്തായി തീരും എന്ന് യേശു പറഞ്ഞിട്ടില്ല. Hallelujah. ഹല്ലേലൂയ. Again. വീണ്ടും Jesus said you have to be born again. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് യേശു പറഞ്ഞു. But never said what a born again person will become. ഒരു വീണ്ടും ജനിച്ചയാളെ എങ്ങനെയായി തീരും എന്ന് യേശു പറഞ്ഞിട്ടില്ല. Because if Jesus taught that, the disciples will never understand. കാരണം യേശു അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ആ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാവില്ലായിരുന്നു. Because they were not born again കാരണം അവർ വീണ്ടും ജനിച്ചില്ല. when they were with Jesus. അവർ യേശുവിനോട് കൂടിയായിരുന്നു. And that is why in John 16, അതുകൊണ്ടാണ് യോഹന്നാൻ 16-ൽ when Jesus is talking to them, he says like this. യേശു അവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. John 16:12. യോഹന്നാൻ 16:12. I still have many things to say to you, but you cannot bear them now. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കുവാൻ കഴിവില്ല. Hallelujah. ഹല്ലേലൂയ. I have many things to tell you, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, but you cannot understand എന്നാൽ it. നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല. But എന്നാൽ verse 13. 13-ാം വാക്യം, However, when he, the Spirit of truth, has come, he will guide you in all truth. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. He will not speak of own authority, but whatever he hears, he will speak. He will tell you the things to come. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. And verse 14, very important. 14-ാമത്തെ വളരെ He പ്രധാനപ്പെട്ട will വാക്യം, glorify me. അവൻ എന്നെ മഹത്വപ്പെടുത്തും. Hallelujah. ഹല്ലേലൂയ. Take what is from me and give it to you. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ Now, മഹത്വപ്പെടുത്തും. when Jesus is speaking this, ഇപ്പോൾ യേശു ഇത് പറയുകയാണ്. the Holy Spirit has not come. പരിശുദ്ധാത്മാവ് ആ സമയത്ത് വന്നിട്ടില്ല. People are not born again. അപ്പോൾ ആരും വീണ്ടും ജനിച്ചിട്ടുമില്ല. Hear Jesus. യേശുവിനെ കേൾക്കുന്നു, Hear his good word, അവന്റെ നല്ല പ്രവർത്തികളെ കുറിച്ച് but കേൾക്കുന്നു. could not understand പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല, because they are not born again. കാരണം അവർ വീണ്ടും ജനിച്ചിട്ടില്ലല്ലോ. Hallelujah. ഹല്ലേലൂയ. And unless you are born again, നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ you cannot understand anything about God. ദൈവത്തെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. Because God is a spirit. കാരണം ദൈവം ആത്മാവാകുന്നു. Hallelujah. ഹല്ലേലൂയ. So now, the clear understanding is ഇപ്പോൾ ഇവിടുത്തെ വ്യക്തമായ ചിത്രം ഇതാണ്. that a church came into existence after the resurrection of Jesus Christ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് സഭ നിലവിൽ വരുന്നത്. And that is why the church has to be founded in the words which were written after the resurrection of Jesus Christ. അതുകൊണ്ട് തന്നെയാണ് യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് സഭ നിലനിൽക്കണമെന്ന് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. We are not here to listen about Elia or Elisha or someone else. ഏലിയാവിനെ എലീശായോ അല്ലെ അതുപോലെ ആരെങ്കിലും കുറിച്ച് കേൾക്കാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. They did something we are not going to do. അവർ എന്തൊക്കെയോ ചെയ്തു, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. Hallelujah. Hallelujah. Because they were all good servants. അവരെല്ലാം നല്ല ദാസന്മാരായിരുന്നു. I am a child of God. എന്നാൽ ഞാൻ ഒരു ദൈവ പൈതലാണ്. Hallelujah. ഹല്ലേലൂയ. They were all good at their time. അവരുടെ കാലത്ത് അവർ വളരെ നല്ലവരായിരുന്നു. But I am better. എന്നാൽ ഞാൻ അവരെക്കാൾ നല്ലവനാ. Because I am the child of God. കാരണം ഞാൻ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട്. Hallelujah. ഹല്ലേലൂയ. That is why Jesus, the first time he tells about church is when Peter talks to him about a revelation. യേശു ആദ്യമായിട്ട് സഭയെക്കുറിച്ച് പറയുന്നത് പത്രോസ് ഒരു വെളിപ്പാടിനെ കുറിച്ച് പറയുമ്പോഴത്രേ. In Matthew 16, മത്തായി 16
And Jesus asked them who I am. യേശു അവരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണ്? They are answering according to the flesh. They are saying what they could understand. That is, you are Elia, or some says you are Elisha. All those things which you can understand. ജഡപ്രകാരം അവർക്ക് മനസ്സിലായത്, നീ ഏലിയാവ എലീശ, അങ്ങനെ അവർക്ക് മനസ്സിലായത് അവർ പറഞ്ഞു. But then in verse 16, തുടർന്ന് അതിന്റെ 16-ാം വാക്യം, Peter said, you are Christ, the Son of the living God. പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. You are Christ, നീ ക്രിസ്തുവാകുന്നു, the Son of the living God. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. And then Jesus says, അപ്പോൾ യേശു പറയുകയാണ്, for flesh and blood has not revealed this to you, but my Father who is in heaven. ജഡരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയതെന്ന് യേശു പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. This Jesus is the Savior. ഈ യേശുവാണ് രക്ഷകൻ. This cannot be understand in the flesh. ഇത് ജഡപ്രകാരം നമുക്ക് മനസ്സിലാവില്ല. This cannot be understood by preaching. ഇത് പ്രസംഗിച്ചതുകൊണ്ട് മനസ്സിലാവില്ല. This understanding comes when the Father opens the heart. ഈ തിരിച്ചറിവ് ലഭിക്കുന്നത് പിതാവ് ഹൃദയത്തെ തുറക്കുമ്പോൾ മാത്രമാണ്. And whose heart does God open? ആരുടെ ഹൃദയമാണോ ദൈവം തുറക്കുന്നത്? Those who seek Him, അവനെ അന്വേഷിക്കുന്നവരുടെ those who ഹൃദയം, love Him. അവനെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, if you love me, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ I will manifest myself to you. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരും. Hallelujah. ഹല്ലേലൂയ. There will be no secret അവിടെ പിന്നെ രഹസ്യമൊന്നുമില്ല. because you are loving me. കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവല്ലോ. Now Jesus, Peter says, you are Christ. ഇപ്പോൾ പത്രോസ് പറയുകയാണ്, നീ And ക്രിസ്തുവാ. then Jesus said, അപ്പോൾ യേശു പറയുകയാണ്, on this rock, ഈ പാറമേൽ, on this Christ, the revelation, ഈ ക്രിസ്തു എന്ന വെളിപ്പാടിന്മേൽ I will build my church, ഞാൻ എൻ്റെ സഭയെ പണിയും. and the gate of hell will not prevail over that church. പാതാള ഗോപുരങ്ങൾ ആ സഭയ്ക്കെതിരെ നിലനിൽക്കുകയുമില്ല. Hallelujah. ഹല്ലേലൂയ. The devil and his tricks cannot work on a church that is founded on the revelation of Jesus Christ. യേശു ക്രിസ്തു എന്ന വെളിപ്പാടിന്മേൽ പണിതുയർത്തപ്പെട്ട ഒരു സഭയ്ക്കെതിരായി പിശാചിന്റെ ഒരു തന്ത്രങ്ങളും ഒരു വിളച്ചിലുകളും വിലപ്പോവുകയില്ല. Hallelujah. ഹല്ലേലൂയ. Jesus is saying, on this rock, യേശു പറയുകയാണ്, ഈ Peter, the പാറമേൽ, rock is the revelation that you have, that I am പത്രോസേ, Christ. ഞാൻ ക്രിസ്തു എന്നുള്ള നിനക്ക് കിട്ടിയ വെളിപ്പാടാണ് ഈ പാറ. On this rock I will build my church, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. and the gate of hell will not prevail over it. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയുമില്ല. Hallelujah. ഹല്ലേലൂയ. I want to tell you something. ഞാനൊന്ന് പറയട്ടെ, The church is not a covered church. സഭയെന്നാൽ ഭീരുക്കളുടെ ഒരു സഭയല്ല. Hallelujah. ഹല്ലേലൂയ. Church is a bold church. സഭയെന്നാൽ ധൈര്യശാലികളുടെ, ധൈര്യമുള്ള Church സഭ. is the pillar, is what the word says. വചനം പറയുന്നത് സഭ ഒരു തൂണത്രയെന്ന. You know, these pillars are taking the whole weight of this pandal. നോക്കിയാട്ടെ, ഈ തൂണുകളാണ് ഈ പന്തലിന്റെ മുഴുവൻ ഭാരവും വഹിക്കുന്നത്. The same way, അതുപോലെ തന്നെ the church is the pillar of the whole world. ലോകത്തിന്റെ മുഴുവൻ ഭാരവും ചുമക്കുന്ന, ലോകത്തെ വഹിക്കുന്ന തൂണാണ് Hallelujah. സഭ. It is the pillar of truth. ഇത് സത്യത്തിന്റെ തൂണ. Hallelujah. ഹല്ലേലൂയ. Church is not a crying church. സഭ എന്നാൽ നിലവിളിക്കുന്നവരുടെ സഭയല്ല. Church is not an emotional church. സഭ എന്ന് പറഞ്ഞ വികാര പ്രകടനത്തിന്റെ സഭയല്ല. Church is on the rock, that is Jesus Christ. സഭ എന്നാൽ യേശു ക്രിസ്തു എന്ന പാറമേൽ It will not be നിർമ്മിക്കപ്പെട്ട shaken. അത് ഇളകുകയില്ല. We shall not be shaken. അതൊരിക്കലും No ഇളകിപ്പോകയില്ല. one can touch the church. ആർക്കും സഭയെ തൊടാൻ പോലും പറ്റില്ല. This is the bride of Jesus Christ. ഇത് ക്രിസ്തു യേശുവിന്റെ മണവാട്ടിയത്രേ. Hallelujah. ഹല്ലേലൂയ. Then Jesus said, തുടർന്ന് യേശു പറഞ്ഞു, and he commanded the disciples that they should not tell anyone that he was Jesus the Christ. എന്നിട്ട് ആരോടും താൻ ക്രിസ്തു യേശു ആണെന്ന് പറയരുതെന്ന് Hallelujah. ശിഷ്യന്മാരോട് താൻ കൽപ്പിച്ചു. Jesus said, യേശു പറഞ്ഞു, disciples, don't tell anyone ശിഷ്യന്മാരെ നിങ്ങൾ ആരോടും that I പറയരുത്, am Jesus the Christ. ഞാൻ ക്രിസ്തുവാകുന്ന യേശു എന്ന് ആരോടും പറയരുത്. Because എന്തിന്? I am not Christ now. കാരണം ഞാൻ ഇപ്പോൾ ക്രിസ്തു അല്ല, I am now Jesus. ഞാനിപ്പോൾ യേശുവാ. I will become Christ ഞാൻ ക്രിസ്തുവാകും after my resurrection. എന്റെ പുനരുത്ഥാനത്തിന് ശേഷം. Hallelujah. ഹല്ലേലൂയ. Don't tell I am Jesus the Christ. ഞാൻ ഇപ്പോൾ ക്രിസ്തു യേശു ആണെന്ന് It does not ആരോടും say പറയരുത്. Jesus Christ, it says Jesus the Christ. ആ ക്രിസ്തുവാകുന്ന യേശു എന്നാണ് അവിടെ പറയുന്നത്. And then
Jesus says, he told his disciple that he should go to Jerusalem, suffer many things, and he will be killed and raised the third day. That is the time he will become Jesus Christ. തുടർന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, തന്നെ ബന്ധിക്കും, തന്നെ കൊല്ലും, യെരുശലേമിൽ പോകും, അവിടെ വെച്ച് താൻ കഷ്ടത അനുഭവിക്കും, മരിക്കും, ഉയർത്തെഴുന്നേൽക്കും, തുടർന്നാണ് താൻ ക്രിസ്തുവാകുന്നത്. Hallelujah. ഹല്ലേലൂയ. Now, when Peter heard this, ഇത് പത്രോസ് കേട്ടപ്പോൾ, now Peter is not born again. പത്രോസ് വീണ്ടും ജനിച്ചിട്ടില്ല. Temporary revelation. താൽക്കാലിക വെളിപ്പാട്. Hallelujah. Hallelujah. Just like David or any Old Testament person. ദാവീദും പഴയ നിയമ വീരന്മാർ Temporary. താൽക്കാലികം. Hallelujah. ഹല്ലേലൂയ. When Jesus said, I will die and I will rose up, then I will become that Christ. ഞാൻ മരിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, തുടർന്ന് ക്രിസ്തുവാകുമെന്ന് യേശു പറഞ്ഞപ്പോൾ Peter said, Jesus, come. പത്രോസ് പറഞ്ഞു, യേശുവേ വന്നേ. हम अपना बोट और मच्छी पकड़ना सब छोड़ के आपके पीछे आए और आप मरने जा रहे हो. ആ പടകും വിട്ട് മീനിനെയും വിട്ട് ഞാൻ നിന്റെ പുറകെ ഇറങ്ങിയതാ, ഇപ്പൊ നീ ചാകാൻ പോവാണ്. अरे हम सोचे हम फिशरीज मंत्री बनेंगे और आप ऐसे ही मर जाओगे. എന്നെ ഫിഷറീസ് മന്ത്രിയാക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു, അതും നടക്കുന്നില്ലേ. Hallelujah. Suddenly Peter is talking about the flesh. പെട്ടെന്ന് പത്രോസ് ജഡത്തിൽ സംസാരിക്കുവാൻ തുടങ്ങി. Hallelujah. And so Jesus says, it does not say, my dear Peter. അത് കേട്ടപ്പോൾ പ്രിയ പത്രോസേ എന്ന് യേശു He പറഞ്ഞില്ല. said, you Satan, get out. യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോ. ഹല്ലേലൂയ. I'll tell you a secret over here. ഇവിടെ ഒരു രഹസ്യമുണ്ട്. The devil does not want you to die. പിശാച് ഒരിക്കലും നീ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. Hallelujah. Hallelujah. Unless you are dead to self, the real fruit, the life of Christ will not come out of you. നീ സ്വയം മരിക്കുന്നില്ലെങ്കിൽ ആ ശരിയായിട്ടുള്ള ഫലം, ജീവന്റെ ഫലം നിന്നിൽ കൂടെ വെളിപ്പെട്ട് വരും. Hallelujah. കർത്താവായ യേശു ക്രിസ്തുവിനെ വിടുവിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമായി ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. അവനവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ശക്തനാണ്. ആത്മീയമായി നമ്മളെ വിടുവിക്കും, ശാരീരികമായി ഏത് ഏറിയായാലും നമ്മളുടെ വിടുതൽ കർത്താവ് ചെയ്തു തരും. വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഒരു വഴിയും കാണാതെ ഇരിക്കുന്ന വ്യക്തികൾ, കർത്താവ് സത്യവാനായ കർത്താവിൻ്റെ അത്ഭുത വഴി ഈ നിമിഷം ആ മക്കളുടെ മുമ്പിൽ തുറക്കുന്നതിനായി സ്തോത്രം. രോഗികളായി വലയുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, സൗഖ്യമാക്കാൻ കർത്താവിൻ്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് കർത്താവെ, രോഗികൾ അവരുടെ ശരീരത്തിൽ കരം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുത കരം നീട്ടി വിടുവിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ബന്ധനങ്ങളും അഴിച്ച് സൗഖ്യമാക്കിയിരിക്കാൻ സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങൾക്കായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശു കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ ജീവിതമാണ്. ഈ ദിവസങ്ങളിൽ ആ മഹാപ്രത്യാശയിൽ നമുക്ക് നിറഞ്ഞ് ജീവിക്കാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.